അപ്പോഴത്തേ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. കോട്ടയുടെ പ്രധാന കവാടമാണിത്. അപ്പോൾ ഇതിന് രണ്ടിനും ചേർന്ന് 2 പീരങ്കികൾ വെച്ചിരിക്കുന്നത് കാണാം. പുരാതന കാലത്തെ പീരങ്കിയാണ് ഇത്. നമ്മൾ മറ്റ് പല കോട്ടകളിലും കണ്ട ആ ഒരു മോഡൽ തന്നെയാണ്. പക്ഷേ ഇത് ഇരുമ്പ് വട്ടയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഉയർത്താനും താഴ്ത്താനുമുള്ള ആ ഒരു ലിവറാണ് ഈ കാണുന്നത്. അപ്പോഴത്തേ നമ്മൾ ഈ കോട്ടയ്ക്കുള്ളിലെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെയെല്ലാം ഗണേശ വിഗ്രഹമാണ് എല്ലാവർക്കും നമുക്ക് കാണാൻ പറ്റുക. പ്രവേശന കവാടത്തിലെല്ലാം ഗണേശ വിഗ്രഹം ഇരിക്കുന്നത് കാണാം. കോട്ടയുടെ മനോഹരിതയാണ്. കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചൊരു പ്രധാന വാതിൽ. അപ്പോഴത്തെ കൊട്ടാരത്തിനുള്ളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ മുങ്ങി നിൽക്കുന്ന തൂണുകളാണ് കേട്ടോ. അതുകൊണ്ട് എത്ര മനോഹരമാണെന്ന് നോക്കി. ആ തൂണുകളുടെയൊക്കെ ഡിസൈൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ കളറിങ് അതൊക്കെ വളരെ മനോഹരമാണ്. ഇവിടെയൊക്കെ ആ ഒരേ ഒരു പാറ്റേണാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് തണുപ്പ് കാലത്ത് വിറക് കത്തിക്കാനുള്ള ചൂളയാണ് ആ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പെയിൻറ്റിങ് എല്ലാം ക്ലിയർ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പണികൾ നടക്കുന്നതാണ്. ഇതുപോലുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ പ്രധാന ഏരിയയിലേക്കാണ് കടക്കുന്നത്. ഇതൊരു 4 കെട്ട് മോഡലിലുള്ള ഒരു കൊട്ടാരമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓപ്പണായിട്ടുള്ള ഒരു ഏരിയ. 4 ചുറ്റും ചെറിയ ചെറിയ കിളിവാതിലുകളോട് കൂടിയ ആ ഒരു കൊട്ടാരമാണ് കാണാൻ പറ്റുക. സൂര്യൻ കൃത്യമായിട്ടും നമ്മുടെ ഉച്ചിയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ സൈഡിലെ കാഴ്ചകളാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുക. പ്രണപ്രകാശ് എന്നുള്ള ഒരു കെട്ടിടത്തിനുള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ മുഴുവൻ ഈ സാധനങ്ങൾ വെക്കാനുള്ള ഷെൽഫുകളുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.